തിരുവനന്തപുരത്തിന്റെ തിരക്കേറിയ നഗരത്തിൽ ഒരു ചെറിയ ബുക്ക് സ്റ്റോറിൽ ജോലി ചെയ്തിരുന്നവളായിരുന്നു കീർത്തി. പുസ്തകങ്ങൾ അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഓരോ കഥയും അവൾക്കൊരു പുതിയ ലോകം തുറന്നുകൊടുക്കുമായിരുന്നു. പക്ഷേ അവളുടെ സ്വന്തം കഥ ഇനിയും എഴുതപ്പെട്ടിട്ടില്ലായിരുന്നു. ഒരു ദിവസം മഴ പെയ്യുന്ന സന്ധ്യയിൽ കടയിലൊരു യുവാവെത്തി, രോഹിത്. കൈയിൽ നനഞ്ഞ നോട്ട്ബുക്ക്, കണ്ണുകളിൽ അല്പം ആശയക്കുഴപ്പം. "ഇവിടെ പ്രണയകഥകളുള്ള പുസ്തകങ്ങളുണ്ടോ?" അവൻ ചോദിച്ചു. കീർത്തി ചിരിച്ചു. "ഇവിടെയുള്ള ഓരോ പുസ്തകവും പ്രണയത്തെക്കുറിച്ചാണ്, വെറും വ്യത്യസ്ത രീതിയിൽ." ആ മറുപടിയാണ് രോഹിത്തിനെ ആകർഷിച്ചത്. അവൻ പതിവായി കടയിൽ വരാൻ തുടങ്ങി, പുസ്തകങ്ങൾ വാങ്ങാനല്ല, കീർത്തിയോട് സംസാരിക്കാൻ. അവൾ അവന് പുസ്തകങ്ങൾ നിർദ്ദേശിച്ചു. അവൻ അവൾക്കായി ചെറിയ കുറിപ്പുകൾ എഴുതിവെച്ചിരുന്നു. "ഈ പേജ് വായിക്കുമ്പോൾ എന്നെ ഓർക്കണം" എന്നിങ്ങനെ. കാലം കടന്നു. അവരുടെ സൗഹൃദം ഒരു മനോഹരമായ പ്രണയമായി മാറി. രോഹിത് ഒരു എഴുത്തുകാരനായിരുന്നു, എന്നാൽ അവന്റെ കഥകളെല്ലാം അപൂർണമായിരുന്നു. "എനിക്കെന്റെ കഥയുടെ അവസാനം കണ്ടെത്താനാവുന്നില്ല," അവൻ ഒരിക്കൽ പറഞ്ഞു. കീർത്തി ചിരിച്ചു. "അവസാനം കണ്ടെത്തേണ്ടതില്ല, ചില കഥകൾ തുടരാനാണ്." ഒരു ദിവസം രോഹിത്തിനൊരു വലിയ അവസരം ലഭിച്ചു, തന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ. പക്ഷേ അതിനവൻ നഗരത്തിനു പുറത്തേക്ക് പോകണം. "നീ പോയാൽ ഈ കഥ എന്താകും?" കീർത്തി ചോദിച്ചു. "ഇത് അവസാനമാകില്ല," രോഹിത് പറഞ്ഞു. "ഇതൊരു പുതിയ അധ്യായം മാത്രമാണ്." അവൻ പോയി. മാസങ്ങൾ കടന്നു. കീർത്തി അതേ ബുക്ക് സ്റ്റോറിൽ തുടരുകയും ഓരോ ദിവസവും അവനെ ഓർക്കുകയും ചെയ്തു. ഒരു ദിവസം കടയിലൊരു പുതിയ പുസ്തകം വന്നു. അതിന്റെ പേര് "അവസാനമില്ലാത്ത കഥ." അത് തുറന്നപ്പോൾ ആദ്യ പേജിൽ എഴുതിയിരുന്നത്, "കീർത്തിക്കായി, എന്റെ കഥയുടെ തുടക്കം." കീർത്തിയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അവൾ തല ഉയർത്തി നോക്കുമ്പോൾ കടയുടെ വാതിൽക്കൽ രോഹിത് നിന്നു. "ഇപ്പോഴെന്റെ കഥ പൂർത്തിയായി," അവൻ പറഞ്ഞു. കീർത്തി ചിരിച്ചു. "ഇല്ല, ഇപ്പോഴാണ് അത് ശരിയായി തുടങ്ങുന്നത്." പുസ്തകങ്ങളുടെ മണം നിറഞ്ഞ ആ ചെറിയ കടയിൽ അവരുടെ പ്രണയം ഒരനന്തമായ കഥയായി മാറി. ചില കഥകൾക്ക് അവസാനമില്ല, കാരണം അവ പ്രണയമായി തുടരുന്നു. മഴ പെയ്യുന്ന ഒരു സന്ധ്യയായിരുന്നു. കല്ലൂർ ഗ്രാമത്തിലെ ചെറിയ ബസ് സ്റ്റാൻഡിൽ ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു മേഘ. അവളുടെ കയ്യിലൊരു പുസ്തകവും മനസ്സിലൊട്ടേറെ ചിന്തകളും. ജീവിതം എവിടേക്കാണ് പോകുന്നത് എന്ന ആശങ്ക അവളെ അലട്ടിക്കൊണ്ടിരുന്നു. അന്നേരം അവളുടെ മുന്നിലൊരു ബൈക്ക് നിർത്തി. മഴയിൽ നനഞ്ഞുമെന്ന ആ യുവാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ബസ് വൈകും പോലെ തോന്നുന്നു, ലിഫ്റ്റ് വേണോ?" മേഘ ആദ്യം മടിച്ചെങ്കിലും മഴ ശക്തമായി പെയ്യുന്നതോടെ അവൾ സമ്മതിച്ചു. ആ യുവാവിന്റെ പേര് അർജുൻ. യാത്രയ്ക്കിടെ അവർ സംസാരിക്കാൻ തുടങ്ങി, ചെറിയ കാര്യങ്ങളിൽ നിന്ന് വലിയ സ്വപ്നങ്ങൾ വരെ. ആ ഒരു യാത്ര അവരുടെ ജീവിതം മാറ്റിമറിച്ചു. അടുത്ത ദിവസങ്ങളിൽ അവർ വീണ്ടും കണ്ടുമുട്ടാൻ തുടങ്ങി. കഫേകളിലും കടൽ തീരത്തും ഗ്രാമത്തിലെ പഴയ ലൈബ്രറിയിലും. ഓരോ കൂടിക്കാഴ്ചയും അവരുടെ ബന്ധം കൂടുതൽ ഗാഢമാക്കി. അർജുൻ ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു, മേഘ ഒരു എഴുത്തുകാരിയാകാൻ ആഗ്രഹിക്കുന്നവൾ. "നിന്റെ കഥകൾക്കൊരാത്മാവുണ്ട്," അർജുൻ ഒരിക്കൽ പറഞ്ഞു. "നിന്റെ ഫോട്ടോകൾക്കും," മേഘ ചിരിച്ചു മറുപടി നൽകി. കാലം കടന്നുപോയി. അവർ തമ്മിൽ പ്രണയം വളർന്നു. പക്ഷേ ജീവിതം എപ്പോഴും സുഖകരമല്ല. അർജുൻ വിദേശത്തൊരു വലിയ അവസരം ലഭിച്ചു. പോകണമോ പ്രണയം നിലനിർത്തണമോ എന്നൊരു വലിയ തീരുമാനത്തിനു മുന്നിൽ അവൻ. "നീ പോവണം," മേഘ പറഞ്ഞു, കണ്ണു നിറഞ്ഞ്. "നിന്റെ സ്വപ്നങ്ങൾക്കായി." അർജുൻ ചോദിച്ചു. "അപ്പോൾ നമ്മൾ?" മേഘ ഒരു ചെറിയ നിശബ്ദതയ്ക്ക് ശേഷം പറഞ്ഞു, "പ്രണയം ദൂരത്തിൽ നിന്നാലും നിലനിൽക്കണം, അല്ലെങ്കിൽ അത് യഥാർത്ഥ പ്രണയമല്ല." അർജുൻ പോയി. ദിവസങ്ങൾ മാസങ്ങളായി. അവർ ഫോൺ കോളുകളും സന്ദേശങ്ങളും വഴി ബന്ധം നിലനിർത്തി. എന്നാൽ ദൂരം അവരെ പരീക്ഷിച്ചു. 1 വർഷം കഴിഞ്ഞ് അതേ മഴക്കാലത്ത് മേഘ വീണ്ടും ബസ് സ്റ്റാൻഡിൽ നിന്നു. അവളുടെ ഹൃദയം ഒരുപാട് ചിന്തകളാൽ നിറഞ്ഞിരുന്നു. അപ്പോൾ വീണ്ടും ഒരു ബൈക്ക് അവളുടെ മുന്നിൽ നിർത്തി. "ലിഫ്റ്റ് വേണോ?" പരിചിതമായ ശബ്ദം. മേഘ തിരിഞ്ഞു നോക്കി. അത് അർജുൻ തന്നെ. അവൻ തിരിച്ചു വന്നിരുന്നു. "ഞാൻ മനസ്സിലാക്കി, സ്വപ്നങ്ങൾ എവിടെയായാലും സാധിക്കാം, പക്ഷേ ഹൃദയം ഇഷ്ടപ്പെടുന്നവൾ ഒരാൾ മാത്രമാണ്." മേഘയുടെ കണ്ണുകളിൽ കണ്ണുനീർ തിളങ്ങി. അവൾ ചിരിച്ചു. മഴ വീണ്ടും പെയ്തു. പക്ഷെ ഇത്തവണ അവരുടെ ഹൃദയങ്ങൾ ഒരുമിച്ചായിരുന്നു. ഇതൊരു സാധാരണ പ്രണയമല്ല. സമയം, ദൂരം, പരീക്ഷണം എല്ലാം അതിജീവിച്ച ഒരു സത്യമായ പ്രണയം.